എല്ലാവർക്കും പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ ഒരു കിഡിൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഇത് നമുക്ക് കസ്റ്റമർ തന്നെയാണ് ഫാബ്രിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആൾ ഭയങ്കര സ്ലിമ്മാണ്. അപ്പോൾ കുറച്ച് വണ്ണം തോന്നിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ സ്റ്റിഫ്നെറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാർഡായിട്ടുള്ള സ്റ്റിഫ്നെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ അംബ്രല്ല സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് ക്രോപ്പ് ടോപ്പാണ് നമ്മളിതിനെ പെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. സെയിം കളർ തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് ടിഷ്യൂവിൻ്റെ ഒരു ഗോൾഡൻ കളർ ഫാബ്രിക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെടുത്ത് ആഡ് ചെയ്തു. ഇവർ പ്ലെയിൻ ഫാബ്രിക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നമ്മൾ ജസ്റ്റ് പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ആ ടിഷ്യൂവിൻ്റെ ഫാബ്രിക്കും ബാക്കിലേക്ക് ഒരു ബോയും ജസ്റ്റ് ഒരു 2 വള്ളി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് ഐറ്റം. ബോ നമ്മളിതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിൽ നമ്മൾ ഹുക്കല്ല, പകരം നമ്മൾ പ്രസ് ബട്ടൺ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. കുഞ്ഞു ഒച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. നെക്കിലേക്ക് ബാക്കിലേക്ക് നമ്മൾ പൈപ്പിംഗ് പോലെ കയ്യിൻ്റെ സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. നമുക്കിത് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് കസ്റ്റമറിൽ നിന്ന് ഡെലിവറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അടുത്ത ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീനാണ്. ഫുൾ സ്ലീവായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ലീവിൻ്റെ എൻഡിലേക്ക് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെക്ക് പോർഷനിലേക്ക് നമ്മൾ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ്. ഞാനിതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം. വളരെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് എടുത്തിട്ടാണ് നമ്മൾ അയൺ ചെയ്തിട്ടുള്ളത്. സ്ലീവ്സിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക്സ് വന്നു. നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബാക്കിലേക്ക് ലൈനായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത്. നമുക്കിത് ഏത് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ ഈ സൈഡിലേക്കൊക്കെ വർക്ക് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ പീസ് പോലെ ഞാൻ ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ്. 1499 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം ഇത് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. നല്ലൊരു എംബ്രോയ്ഡറി വർക്ക്സ് ആണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത്. മിഡിൽ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഗാദറിംഗ് ഉണ്ട്, അതേപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക്സും വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ വ്യൂ കാണാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഐറ്റമാണ്. ഗൗൺ ടൈപ്പാണ്, ഫുൾ സ്ലീവാണ്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ എലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. ക്ലോസർ വ്യൂ ദാ എംബ്രോയ്ഡറി ഒക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ. സ്ലീവ്സിലും അതുപോലെ നല്ലൊരു എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷേ ഇടാൻ നല്ല കംഫർട്ടാണ് കേട്ടോ. അടുത്ത ഐറ്റം നമ്മൾ നേരത്തെ കാണിച്ച ഗ്രീനിൻ്റെ തന്നെ. ഇത് നമ്മൾ ഗാദറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു ഗാദറിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. നമ്മൾ ഇതിലും നമ്മൾ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. മെഷീൻ എംബ്രോയ്ഡറി ആണ്. ബാക്കിലെ ലൈനും അതുപോലെ നമ്മൾ സ്ലീവ്സിലേക്ക് വിത്ത് ലൈനിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം. നല്ലൊരു യെല്ലോ ആണ്. വീഡിയോയിൽ കുറച്ച് കളർ വ്യത്യാസമുണ്ട് കേട്ടോ. നല്ലൊരു എംബ്രോയ്ഡറി വർക്ക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഹൽദി ഫങ്ഷൻസിനും അല്ലാതെ ഇപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്. വിഷു അങ്ങനെ ഹൽദി അങ്ങനെയൊന്നുമില്ല. നമുക്ക് അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്ക് വേറെ ഏത് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഐറ്റമാണ്. അടുത്തൊരു ഐറ്റം എന്ന് പറയണത് ഒരു കിഡ്സിൻ്റെ ആണ്. ഇപ്പം നിലവിൽ ഞാൻ ചെയ്തിട്ടേക്കുന്നത്. ഇത് നമുക്ക് ഓർഡറുള്ള ഐറ്റമാണ്. കളറ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചൂസ് ചെയ്തതാണ്. ഇതിൻ്റെ തന്നെ ഒരു 9 months ബേബിയുടെയും കൂടിയും ചെയ്യാനുണ്ട്. ആക്ച്വലി ഇത് നാളത്തേക്കും മറ്റേത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഡെലിവറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത്. നല്ലൊരു ഗ്രീനാണ്. അതിലേക്ക് ലാവൻഡർ കോമ്പിനേഷനിലാണ് ഞാൻ എംബ്രോയ്ഡറി ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ക്ലോസർ വ്യൂ കാണിക്കാം. ലൈനായിട്ട് താഴെ നമ്മൾ നല്ല ഗാദറിങ്ങോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ലൈനായിട്ടാണ് ചെയ്തേക്കുന്നത്. താഴെ ഗാദറിങ് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഗ്രീനിൻ്റെ കൂടെ കൊടുക്കാനുള്ളൊരു ഔട്ട്ഫിറ്റാണ് ഇത്. ഇതിൻ്റെ ആക്ച്വലി വർക്ക് കംപ്ലീറ്റ് അല്ല. ഈ ഒരു പോർഷനിലേക്ക് നെക്കിൻ്റെ അവിടേക്ക് ഗോൾഡൻ കളർ ഫ്ലവേഴ്സും കൂടിയും കൊടുക്കാനുണ്ട്. പക്ഷേ ഇത് നാളെ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടത്തില്ല. ഇതിന്ന് നൈറ്റ് അല്ലെങ്കിൽ നാളെ രാവിലെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഇതിൻ്റെ സ്ലീവ് ജസ്റ്റ് ഒരു പഫ്, നോർമൽ പഫ് അല്ല കേട്ടോ. ഇതാ ഇതുപോലെയാണ് സ്ലീവ് കിടക്കുക. കവർ ചെയ്തിട്ട് നമുക്ക്
ഇങ്ങനെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഇതുപോലെയാണ് സ്ലീവ് വരുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് ഫുള്ള് ഗോൾഡൻ ഫ്ലവേഴ്സ് വരും. എ ലൈനായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഒരു ഫ്ലവറും കൂടി വന്നാലാണ് ഈ ഫ്രോക്കിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. പറ്റുവാണെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാം, അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ ഒരു എ ലൈൻ ടൈപ്പിൽ തന്നെ നമ്മൾ ഷോപ്പിൽ ചെയ്തിട്ടുള്ള ഒരെണ്ണം കണ്ടിട്ട് നമുക്ക് റെഫറൻസ് തന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ വേറെ കളറാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എ ലൈനായിട്ട് താഴെ നമ്മൾ ഗ്യാതറിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു മൽക്കോട്ടൻ്റെ ഫാബ്രിക്കാണ്. 3/4 ആണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത്. ലാവൻഡർ ഷെയ്ഡാണ് എംബ്രോയ്ഡറി വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഐറ്റം ആണ്. ബോട്ട് നെക്കാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഈ ഒരു ഫ്രോക്ക് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. മോമൻ കിഡ് കോംബോയിലാണ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. 2 ലെയറായിട്ടാണ് ഗ്യാതറിങ്ങോട് കൂടിയിട്ട് നല്ല ഫ്ലെയറിലാണ് നമ്മൾ ഫ്രോക്ക് തയ്ച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എനിക്കെന്തോ അതൊരു കംപ്ലീറ്റ് ആയില്ല എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ എനിക്കിതിൻ്റെ ഇവിടെ നല്ലൊരു റെഡ് കളറിലുള്ളൊരു മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലേസും കൂടിയും കൊടുത്തു. ഇപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ജസ്റ്റ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്ന കൂട്ടം ഇത് രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. കോംബോ ആയിട്ട് വേണ്ടവർക്ക് കോംബോ ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക. വാട്സപ്പ് നമ്പർ 8590818184 ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.